എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് ജൂൾസ് ലോ അല്ലെങ്കിൽ ജൂൾ നിയമം, അതുപോലെ വൈദ്യുത പവർ, ഇലക്ട്രിക് പവർ എന്നിവയുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് ആണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ഫോക്കസ് ഏരിയയിൽ പറഞ്ഞിരിക്കുന്നതാണ് ജൂൾസ് ലോ, പവറും റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഫോക്കസ് ഏരിയയിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതുമായിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ക്ലാസ് കണ്ടു കഴിയുന്നതോടെ നിങ്ങൾക്ക് ജൂൾ നിയമവുമായും അല്ലെങ്കിൽ വൈദ്യുത പവറുമായി ബന്ധപ്പെട്ട എല്ലാ പ്രോബ്ലംസും ചെയ്യാൻ കഴിയും എന്ന് ഞാൻ ഉറപ്പ് തരികയാണ്. അപ്പോൾ ഈ ക്ലാസ് മുഴുവനായിട്ടും കാണുക. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പ്രോബ്ലംസ് ക്ലാസ് കണ്ടു കഴിഞ്ഞതിന് ശേഷം തീർച്ചയായും ഒന്ന് സ്വന്തമായി ഒന്ന് ചെയ്ത് നോക്കുകയും ചെയ്യുക. അപ്പം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്ന ഏത് പ്രോബ്ലം ആണെങ്കിലും, അതായത് ജൂൾസ് ലോ വൈദ്യുത പവറുമായി ബന്ധപ്പെട്ട ഏത് പ്രോബ്ലം ആയാലും നിങ്ങൾക്കത് ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ ക്ലാസ് കണ്ടതിന് ശേഷം, ഈ ക്ലാസ്സിന് ശേഷം നമുക്ക് ഇതുപോലത്തെ മറ്റു പ്രോബ്ലംസും ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഒരു കാര്യം പറയട്ടെ, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ റെഗുലറായിട്ട് കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുള്ളവരും എന്ത് ചെയ്യാൻ, നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ക്ലാസ് കണ്ടിട്ട് മനസ്സിലാവുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരെടുത്ത് ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ ഫ്യൂച്ചറിൽ അപ്ലോഡ് ചെയ്യുന്ന ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, നമുക്ക് അപ്പോൾ ക്ലാസ്സിലോട്ടേക്ക് കിടക്കാം. ജൂൾസ് ലോ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഇക്വേഷൻസ് നിർബന്ധമായും അറിഞ്ഞിരിക്കണം. H ഈസ് ഈക്വൽ ടു I സ്ക്വയർ ആർ ടി, H ഈസ് ഈക്വൽ ടു V സ്ക്വയർ ബൈ ആർ ടി, H ഈസ് ഈക്വൽ ടു V ഇൻറ്റു ഐ ടി, ദെൻ H ഈസ് ഈക്വൽ ടു P ഇൻറ്റു ടി. ഈ ഇക്വേഷൻസ് നിർബന്ധമായി അറിഞ്ഞിരിക്കണം. എന്നിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ നോക്കിയിട്ടാണ് ഇതിൽ ഏത് ഇക്വേഷൻ തിരഞ്ഞെടുക്കുമെന്ന് തീരുമാനിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതുപോലെ വൈദ്യുത പവറുമായി ബന്ധപ്പെട്ടുള്ള ഇക്വേഷൻ, ഇതാണ് ഇലക്ട്രിക് പവർ അല്ലെങ്കിൽ വൈദ്യുത പവറുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഇക്വേഷൻ. അതായത് P ഈസ് ഈക്വൽ ടു W ബൈ ടി, P ഈസ് ഈക്വൽ ടു V ഇൻറ്റു ഐ, ദെൻ P ഈസ് ഈക്വൽ ടു V സ്ക്വയർ ബൈ ആർ, P ഈസ് ഈക്വൽ ടു I സ്ക്വയർ ആർ. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇക്വേഷൻസ്, നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഇക്വേഷൻസ് നിർബന്ധമായും നിങ്ങൾ പഠിച്ചു വെക്കുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റൂ. ഓക്കെ, ഇനി നമുക്ക് പ്രോബ്ലത്തിലേക്ക് കിടക്കാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: 5 മിനിറ്റ് കൊണ്ട് 2,40,000 ജൂൾ താപം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഇലക്ട്രിക് ഹീറ്ററിൻ്റെ പവർ ഡാഷ് വാട്ട് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ആദ്യം ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഡാറ്റാസ് റൈറ്റ് സൈഡിൽ അവിടെ എടുത്തെഴുതുക. അപ്പോൾ നോക്കൂ, 5 മിനിറ്റ് കൊണ്ട്, അപ്പോൾ നമുക്ക് ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് ഒരു കാര്യം പിടികിട്ടി. ടൈം ഈക്വൽ ടു 5 മിനിറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? ഓക്കെ, ഇനി എന്താണ് തന്നിരിക്കുന്നത്? 5 മിനിറ്റ് കൊണ്ട് 2,40,000 ജൂൾ താപം തന്നിട്ടുണ്ട്. താപത്തിനെ നമ്മൾ എങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്? H അല്ലേ? H ഈസ് ഈക്വൽ ടു 2,40,000 ജൂൾ. ഓക്കെ, കറക്റ്റ് അല്ലേ? 2,40,000 ജൂൾ എന്നാണ് തന്നിരിക്കുന്നത്. ഓക്കെ, പിന്നെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇത്രയും കാര്യങ്ങളാണ് തന്നിട്ടുള്ളത്. എന്നിട്ടോ ഒരു ഇലക്ട്രിക് ഹീറ്ററിൻ്റെ പവർ കണ്ടുപിടിക്കാൻ. അപ്പോൾ എച്ചും തന്നിട്ടുണ്ട്, ടിയും തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എച്ച് ജൂളിലാണുള്ളത്. അപ്പോൾ ടൈമിനെ നമ്മൾ എന്ത് ചെയ്യണം? SI യൂണിറ്റിലേക്ക് മാറ്റണം. അതായത് മിനിറ്റിനെ എന്ത് ചെയ്യണം? സെക്കൻഡിലേക്ക് മാറ്റണം. സെക്കൻഡിൽ എങ്ങനെ മിനിറ്റിനെ സെക്കൻഡിലാക്കാൻ നമ്മൾ ചെയ്യേണ്ടത്? 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 60 സെക്കൻഡ് അല്ലേ? അപ്പോൾ 5 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 5 ഇൻറ്റു 60 അല്ലേ? ഓക്കെ, 5 ഇൻറ്റു 60 എത്രയാണ്? യെസ്, 300 സെക്കൻഡാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യം നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് അല്ലേ? ഇനി നമുക്ക് നോക്കാം, എന്താണ് നമ്മളെടുത്ത് കണ്ടുപിടിക്കാൻ പറയുന്നത്? പവറാണ് കണ്ടുപിടിക്കാൻ പറയുന്നത്. അപ്പോൾ ഇത് മൂന്നും തമ്മിൽ റിലേറ്റ് ചെയ്യുന്ന ഒരു ഇക്വേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. എന്തായിരുന്നു? യെസ്, H ഈസ് ഈക്വൽ ടു P ഇൻറ്റു ടി എന്നൊരു ഇക്വേഷൻ പറഞ്ഞത് ഓർമ്മയിലിരുന്നോ? യെസ്, ഇതിൽ നമുക്ക് P ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? എന്താണോ കാണേണ്ടത് അതിനെ അവിടെ തന്നെ വെക്കുക, P. ഓക്കെ, റൈറ്റ് സൈഡിലുള്ള ആളും അവിടെ തന്നെ ഉണ്ട്, H. ഇനി പിയുടെ കൂടെയുള്ള ആളെ നമ്മൾ എന്ത് ചെയ്യണം? ഈക്വൽ ടു സൈനിൻ്റെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരണം. അപ്പോൾ ഇവിടെ ഇൻറ്റു ടി എന്നാണുള്ളത്, അത് ഈക്വൽ ടു സൈനിൻ്റെ ഇപ്പുറത്തേക്ക് വരുമ്പോൾ എന്താവും? ഡിവൈഡഡ് ബൈ ടി ആയി മാറും. മനസ്സിലാവുന്നുണ്ടോ?
ഓക്കെ, ഇനി എന്നിട്ട് എന്ത് ചെയ്യുക, പി ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ വൃത്തിയായിട്ട് എടുത്തെഴുതുക. പി ഈസ് ഈക്വൽ ടു എച്ച് എത്രയാണ്? യെസ്, 2,40,000 ആണ്. ഓക്കെ, ഡിവൈഡഡ് ബൈ ടി എത്രയാണ്? 300. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? 300. എന്നിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റുന്ന സീറോസ് ഉണ്ടെങ്കിൽ ക്യാൻസൽ ചെയ്യാം. ഇവിടെ 2 0 ഉണ്ട്, ഇവിടെ 2 0 ഉണ്ട്, ക്യാൻസൽ ചെയ്ത്. ഇനി എന്താണുള്ളത്? 2400 ഡിവൈഡഡ് ബൈ 3 എന്നല്ലേ ഉള്ളത്? യെസ്, അത് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് സിംപ്ലിഫൈ ചെയ്തെടുക്കാം. എങ്ങനെയാണ് സിംപ്ലിഫൈ ചെയ്യുന്നത്? ഇവിടെ നമുക്കൊരു ലൈൻ ഇടാം. 3 24 എത്ര പ്രാവശ്യം എടുക്കാൻ പറ്റും? 8 പ്രാവശ്യം അല്ലേ? 8 × 3 അല്ലേ 24? യെസ്, 8. അപ്പോൾ 8ഉം ഇവിടെ 2 സീറോസ് ഉണ്ട് അല്ലേ, സീറോസ്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ കിട്ടിയത് 800 എന്നാണ്. ആൻസർ കിട്ടിയതിന് ശേഷം നമ്മൾ എന്താണ് കണ്ടുപിടിച്ചതെന്ന് നോക്കുക. നമ്മൾ എന്താണ് കണ്ടുപിടിച്ചത്? പവറാണ് അല്ലേ? പവറിൻ്റെ യൂണിറ്റ് എന്താണ്? വാട്ട്. 800 വാട്ട്. മനസ്സിലാവുന്നുണ്ടോ? ഇങ്ങനെയാണ് നമ്മൾ പ്രോബ്ലം ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ പവർ ഈസി ആയിട്ട് നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇതുപോലെ ആണ് പ്രോബ്ലം ചെയ്യേണ്ടത്. നമുക്കിനി രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഒരു ഹീറ്റർ 250 വോൾട്ട് സപ്ലൈയിൽ 2 ആംപിയർ കറണ്ട് പ്രവഹിപ്പിച്ച് 3,20,000 ജൂൾ താപം ഉൽപ്പാദിപ്പിക്കാൻ വേണ്ട സമയം എത്ര? ഓക്കെ, ഒരു ഹീറ്റർ 250 വോൾട്ട് സപ്ലൈയിൽ, അപ്പം നമുക്ക് ഒരു കാര്യം കിട്ടി. എന്താണ്? വി, വോൾട്ടേജ് ഈക്വൽ ടു 250 വോൾട്ട് എന്ന് തന്നിട്ടുണ്ട്. പിന്നെയോ 2 ആംപിയർ കറണ്ട്. കറണ്ടിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ഐ ആണ്. ഐ ഈസ് ഈക്വൽ ടു 2 ആംപിയർ. ഓക്കെ, ഇനി 3,20,000 ജൂൾ താപം ഉൽപ്പാദിപ്പിക്കാൻ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പോൾ എച്ച് ഈസ് ഈക്വൽ ടു 3,20,000. ഓക്കെ, അത്രയും ജൂൾ എന്ന് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. താപം ഉൽപ്പാദിപ്പിക്കാൻ വേണ്ട സമയം ടി ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ, അതിനാണ് ഞാൻ തന്നിരിക്കുന്ന കാര്യങ്ങൾ എടുത്ത് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇത് തമ്മിൽ റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ നമുക്ക് പെട്ടെന്ന് മൈൻഡിൽ ഓടി വരും അല്ലേ? ഏതാണ് ഇത് തമ്മിൽ റിലേറ്റ് ചെയ്യുന്നൊരു ഇക്വേഷൻ? യെസ്, നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. എച്ച് ഈസ് ഈക്വൽ ടു വി ഐ ടി. ഇങ്ങനൊരു ഇക്വേഷൻ നമ്മൾ നേരത്തെ പഠിച്ചിരുന്നില്ലേ? യെസ്, ഇതിൽ നിന്ന് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ടി ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? അപ്പം ഞാൻ പറഞ്ഞു, എന്താണോ കാണേണ്ടത് അയാൾ അവിടെ തന്നെ വെക്കുക, ടി. ഓക്കെ, ഈക്വൽ ടു സൈൻ്റെ ഇപ്പുറത്തുള്ള ആൾ നമ്മൾ അവിടെ തന്നെ വെക്കുക, അയാൾ എവിടെ മാറ്റുണ്ടല്ലോ. യെസ്, ടിയുടെ കൂടെ ഇനി വി ഇൻറ്റു വിയും ഐയും ഉണ്ട് അല്ലേ? ഇൻറ്റു എന്നുള്ള സൈനാണ് അവിടെ ഉള്ളത്. ഓക്കെ, അപ്പോൾ വി ഐ എന്നുള്ള ടേമിനെ നമ്മൾ അതെന്ത് ചെയ്യണം? ഈക്വൽ ടു സൈനിൻ്റെ ഇപ്പുറത്തോട്ടേക്ക് കൊണ്ടുവരണം. ഇവിടെ ഇൻറ്റു ആണുള്ളത്, അത് ഇപ്പുറത്തേക്ക് വരുമ്പോൾ എന്താവും? ഡിവൈഡഡ് ബൈ ആവും. മനസ്സിലാവുന്നുണ്ടോ? എച്ച് ബൈ വി ഇൻറ്റു ഐ. ഓക്കെ, അപ്പോൾ നമുക്കിനി വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ടി ഈസ് ഈക്വൽ ടു എച്ച് എന്ന് പറഞ്ഞാൽ 3,20,000, ഒരു സീറോ കൂടെ, 3,20,000 ഡിവൈഡഡ് ബൈ വി എത്രയാണ്? 250 ആണ്, ഇൻറ്റു ഐ എത്രയാണ്? 2 ആംപിയർ ആണ്. മനസ്സിലാവുന്നുണ്ടോ? 0 0 ക്യാൻസൽ ചെയ്തു. ഇനി എന്താ നമ്മൾ ചെയ്യേണ്ടത്? യെസ്, ഈ 2 എന്ത് ചെയ്യാം നമുക്ക്? 32 എത്ര ടൈംസ് പോവും? 2. യെസ്, 16 ടൈംസ് പോവും അല്ലേ? അപ്പോൾ ഇവിടെ 3 സീറോസ് ഉണ്ടല്ലോ. യെസ്, അതായത് നമ്മൾ 32,000 ഡിവൈഡഡ് ബൈ 2 ആണ് ഇപ്പോൾ കണ്ടുപിടിച്ചത്. ഓക്കെ, ഇനി 16,000 ഡിവൈഡഡ് ബൈ 25. 16,000 നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്രയാണ് കിട്ടുക എന്ന് നോക്കാം. ഓക്കെ, സോറി, 16,000 25 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്രയാണ് കിട്ടുക നോക്കാം. ഓക്കെ, അപ്പം ഞാൻ നേരത്തെ ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എത്രയാണ് കിട്ടിയത്? 640. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ കണ്ടുപിടിച്ചത്? ടൈമാണ് കണ്ടുപിടിച്ചത്. അപ്പോൾ ടൈം നമുക്ക് സെക്കൻഡിലാണ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ 640 സെക്കൻഡ് എന്ന് എഴുതി വെക്കുക. ഓക്കെ, അപ്പോൾ ഇത്ര സിമ്പിളായിട്ട് നമുക്ക് ഈ പ്രോബ്ലമൊക്കെ ചെയ്തെടുക്കാൻ പറ്റും. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾ ആദ്യം ഇക്വേഷൻ മനസ്സിലാക്കുക, എന്നിട്ട് അതിനനുസരിച്ച് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യുക, വാല്യൂസ് ഇവിടെ കൊടുക്കുക. അതിനുശേഷം എന്താ സിമ്പിളായിട്ടുള്ള മാത്തമാറ്റിക്സ് നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ച ഡിവിഷനൊക്കെയാണ്.
അതൊന്ന് ചെയ്ത് വെച്ച് വൃത്തിയായിട്ട് തെറ്റിപ്പോവാതെ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, യെസ്. നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അടുത്ത ചോദ്യം, 230 വോൾട്ട് മെയിൻസുമായി 1150 വാട്ട് പവറുള്ള ഒരു ഇസ്തിരിപ്പെട്ടി ഘടിപ്പിച്ച് 1 മണിക്കൂർ പ്രവർത്തിപ്പിക്കുന്നു. ഇസ്തിരിപ്പെട്ടി പ്രവർത്തിപ്പിക്കുമ്പോൾ അതിലൂടെ ഒഴുകുന്ന കറണ്ട് എത്ര? അപ്പോൾ ഞാൻ പറഞ്ഞു, ചോദ്യം വായിക്കുമ്പോൾ നമുക്ക് തന്നിരിക്കുന്ന സംഭവങ്ങൾ എന്ത് ചെയ്യാം, നമുക്ക് റൈറ്റ് സൈഡിൽ എടുത്തെഴുതാം. 230 വോൾട്ട് മെയിൻസുമായി അങ്ങനെയാണ് തന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ വി ഈസ് ഈക്വൽ ടു എത്രയാണ്? വി ഈസ് ഈക്വൽ ടു 230 വോൾട്ട്. ഓക്കെ, ഇനി 1150 വാട്ട് പവറുള്ള പി ഈസ് ഈക്വൽ ടു 1150 വാട്ട്. ഓക്കെ, ഇനി ഒരു ഇസ്തിരിപ്പെട്ടി ഘടിപ്പിച്ച് 1 മണിക്കൂർ പ്രവർത്തിപ്പിക്കുന്നു. ടി ഈസ് ഈക്വൽ ടു 1 അവർ. ഓക്കെ, അപ്പോൾ ഇതൊക്കെ SI യൂണിറ്റിലാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? മാറ്റണം. 1 മണിക്കൂറിനെ നമ്മൾ 60 കൊണ്ട് ഗുണിച്ചാൽ മിനിറ്റിലേക്കാവും, വീണ്ടും 60 കൊണ്ട് ഗുണിച്ചാൽ സെക്കൻഡിലേക്കാവും. ഓക്കെ, അപ്പോൾ 6 × 6 36 ഇവിടെ 2 0. ഓക്കെ, അപ്പോൾ 3600 സെക്കൻഡ് എന്ന് നമ്മൾ എടുത്തെഴുതി. അപ്പോൾ ഇത്രയും ഡാറ്റാസ് നമുക്ക് ഗിവൺ ആണ്. ഇനി എന്താണ് ചോദ്യം? ഇസ്തിരിപ്പെട്ടി പ്രവർത്തിപ്പിക്കുമ്പോൾ അതിലൂടെ ഒഴുകുന്ന കറണ്ട് എത്ര? I ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. I എത്ര എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. PVT ഇത്രയും സാധനം നമുക്ക് തന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് ഗിവണായിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഇക്വേഷൻ ഏതാണ്? പിയും വിയും ഐയും ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ ഏതാണ്? യെസ്, പി ഈസ് ഈക്വൽ ടു വി ഇൻറ്റു ഐ. അപ്പോൾ നമ്മളിവിടെ കണ്ടപ്പോൾ എന്ത് ചെയ്തു? ടൈമിനെ സെക്കൻഡിലേക്കൊക്കെ ആക്കി വെച്ചു. പക്ഷെ നമുക്ക് ഇവിടെ ആൻസറിൽ ടൈമിൻ്റെ ആവശ്യമില്ല അല്ലേ. ആൻസർ കണ്ടുപിടിക്കാൻ പി ഈസ് ഈക്വൽ ടു വി ഇൻറ്റു ഐ എന്നുള്ള ഇക്വേഷൻ നമുക്ക് ഇവിടെ ടൈം വേണം എന്നില്ല. അപ്പോൾ ഇതിൽ നിന്ന് ഐ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഐ ഈസ് ഈക്വൽ ടു, ഓക്കെ, ഐ ഈസ് ഈക്വൽ ടു, ഇവിടെ ഇൻറ്റു ആണ് സൈൻ അല്ലേ. അപ്പോൾ ഐയുടെ കൂടെയുള്ള ആളെ നമ്മൾ ഈക്വൽ ടു സൈനിൻ്റെ ഇപ്പുറത്തോട്ടേക്ക് കൊണ്ടുവരണം. അപ്പോൾ എന്താവും? പി ഡിവൈഡഡ് ബൈ വി എന്നായി മാറില്ലേ. യെസ്, ഐ ഈസ് ഈക്വൽ ടു പി എത്രയാണ്? പവർ 1150 ഡിവൈഡഡ് ബൈ വി എത്രയാണ്? 230. ഓക്കെ, 0 0 ക്യാൻസൽ ചെയ്തു. ഇവിടെ നമുക്കൊരു ലൈൻ ഇടാം. ഓക്കെ, 0 0 ക്യാൻസൽ ചെയ്തു. 115നെ 23 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് കിട്ടുക 5. നിങ്ങളൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കൂ. അപ്പോൾ നിങ്ങൾക്ക് 5 എന്നാണ് ആൻസർ കിട്ടുക. നമ്മൾ കറണ്ടാണ് കണ്ടുപിടിച്ചിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ നമ്മൾ കൊടുക്കേണ്ട യൂണിറ്റ് എന്താണ്? ആംബിയർ. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് മനസ്സിലായോ? ടൈമിനെ നമ്മൾ ജസ്റ്റ് എന്താണ് സെക്കൻഡിലേക്ക് ആക്കി വെച്ചു എന്നേ ഉള്ളൂ. ചിലപ്പോൾ നമുക്ക് B എന്നുള്ള ക്വസ്റ്റ്യൻ കൊണ്ട് നമുക്ക് എന്തെങ്കിലും ടൈമിൻ്റെ ആവശ്യം വരുമായിരിക്കും. ഇവിടെ A എന്നുള്ളൊരു ക്വസ്റ്റ്യൻ മാത്രമേ ഉള്ളൂ. അതായത് ഇസ്തിരിപ്പെട്ടി പ്രവർത്തിപ്പിക്കുമ്പോൾ അതിലൂടെ ഒഴുകുന്ന കറണ്ട് എത്ര എന്ന് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ടൈമിൻ്റെ ആവശ്യമില്ലാത്തത്. ചിലപ്പോൾ B ക്വസ്റ്റ്യൻ എന്താണ്, ചിലപ്പം ഉൽപ്പാദിപ്പിക്കപ്പെട്ട താപമൊക്കെ ചോദിക്കാം. അപ്പോൾ എന്ത് ചെയ്യാം? നമുക്ക് P × T ചെയ്തിട്ട് വേണ്ടിവരും ഉത്തരം കണ്ടുപിടിക്കാം അല്ലേ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ എന്ത് ചെയ്യണ്ട? ടൈമിൻ്റെ ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഇത് ചെയ്യുന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. യെസ്. അടുത്ത ചോദ്യം, ഇഫ് എ ബൾബ് ലേബിൾഡ് ആസ് 100 വാട്ട് 230 വോൾട്ട് ഈസ് കണക്റ്റഡ് ടു 115 വോൾട്ട് പവർ സപ്ലൈ, വാട്ട് വിൽ ബി ഇറ്റ്സ് പവർ? അതാണ് ചോദ്യം. അപ്പോൾ നമുക്ക് ഗിവൺ ഡാറ്റാസ് ഇവിടെ എടുത്തെഴുതാം. ലേബിൾഡ് ആസ് 100 വാട്ട് 230 വോൾട്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വാട്ട് എന്ന് പറഞ്ഞാൽ അത് പവറാണ് അവിടെ തന്നിരിക്കുന്നത് അല്ലേ. പി ഈസ് ഈക്വൽ ടു 100 വാട്ട് എന്നെഴുതാം. ദെൻ വോൾട്ട് 230 വോൾട്ട് എന്ന് തന്നിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്ത് ചോദിക്കുന്നത് ഈസ് കണക്റ്റഡ് ടു 115 വോൾട്ട്. ഇതേ സാധനം നമ്മൾ 115 വോൾട്ടിൽ കണക്ട് ചെയ്യുകയാണെങ്കിൽ അവിടെയുള്ള പവറാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ രണ്ട് പിയും വിയും വെച്ചുകൊണ്ട് നമുക്ക് ഈ ഡിവൈസിൻ്റെ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പറ്റില്ലേ? R ഈസ് ഈക്വൽ ടു കണ്ടുപിടിക്കാൻ പറ്റില്ലേ? പറ്റും. ഇതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഇക്വേഷൻ ഏതാണ്? യെസ്, പി ഈസ് ഈക്വൽ ടു V² ബൈ R എന്നുള്ള ഇക്വേഷൻ നമുക്ക് ഉപയോഗിക്കാം അല്ലേ.
യെസ്, അപ്പോൾ പിയും വിയും തന്നിട്ടുണ്ട്. ആറ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? യെസ്, ആർ ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ കിട്ടണമെങ്കിൽ നമ്മൾ ആറിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണം അല്ലേ? ആർ ഈസ് ഈക്വൽ ടു, അപ്പോൾ ഇവിടെയുള്ള പീനെ നമ്മൾ ഇപ്പുറത്തോട്ടേക്ക് കൊണ്ടുപോകണ്ടേ? യെസ്, അവിടെ പി എന്ത് ചെയ്യും? നമുക്ക് ഡിനോമിനേറ്ററിലേക്ക് പോകും. ആർ ഈസ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ പി എന്നാണ് വരിക. ഓക്കെ, ഇനി വി സ്ക്വയർ എന്ന് പറഞ്ഞാൽ അവിടെ 230 ആണ് വോൾട്ടേജ്. 230 ഇൻറ്റു 230 ഡിവൈഡഡ് ബൈ പി എത്രയാണ്? 100 ആണ്. 0 0 ക്യാൻസലായി, 0 0 ക്യാൻസലായി. 23 ഇൻറ്റു 23 എന്ന് പറഞ്ഞാൽ നമുക്ക് നിങ്ങളത് മൾട്ടിപ്ലൈ നോക്കിയാൽ 529, 529 കണ്ടുപിടിച്ചിരിക്കുന്ന റെസിസ്റ്റൻസ് ആണ്. അതുകൊണ്ട് അതിന് എന്ത് സൈൻ കൊടുക്കുക, എന്താണ് യൂണിറ്റ് കൊടുക്കുക? ഓം. അപ്പം നമ്മൾ ഈ ഡിവൈസിൻ്റെ റെസിസ്റ്റൻസ് കണ്ടുപിടിച്ചു. ഓക്കെ, ഇനി നമ്മുടെ പ്രോബ്ലം കഴിഞ്ഞോ? ഇല്ല, കഴിഞ്ഞിട്ടില്ല. എന്ത് കണ്ടുപിടിക്കണം നമ്മൾ? നമ്മൾ ഈ ഡിവൈസിന് 115 വോൾട്ടിലാണ് വർക്ക് ചെയ്യുന്നത് എങ്കിൽ ഉണ്ടാകുന്ന പവർ കണ്ടുപിടിക്കണം അല്ലേ? അപ്പം ഞാൻ ഗിവൺ ഡാറ്റാസ് ഇവിടെ നിന്ന് റബ്ബ് ചെയ്യാണ്. ഓക്കെ, നിങ്ങളത് മൈൻഡിൽ ഓർത്ത് വെക്കുക. ഈ ഡിവൈസിന് 115 വോൾട്ടിലാണ് വർക്ക് ചെയ്യുന്നത് എങ്കിൽ, അപ്പം നമുക്ക് ഇവിടെ എടുത്തെഴുതാം വി ഈസ് ഈക്വൽ ടു 115 വോൾട്ട്. ഓക്കെ, നേരത്തെ 230 വോൾട്ടിൽ തന്നിരിക്കുന്ന അല്ലെങ്കിൽ 230 വോൾട്ടിൽ പ്രവർത്തിക്കുമ്പോൾ ഉള്ള പവറാണ് തന്നത്. 115 വോൾട്ടിൽ പ്രവർത്തിക്കുമ്പോൾ ഉള്ള പവർ കാണണമെങ്കിൽ നമ്മളിപ്പോൾ നേരത്തെ എന്ത് ചെയ്തു? റെസിസ്റ്റൻസും കണ്ടുപിടിച്ചു അല്ലേ? റെസിസ്റ്റൻസ് 529 ഓം എന്ന് നമുക്ക് കിട്ടിയതാണ്. അപ്പോൾ പവർ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? പി ഈസ് ഈക്വൽ ടു നമുക്കറിയുന്ന ഇക്വേഷൻ വി സ്ക്വയർ ബൈ ആർ. വി സ്ക്വയർ എന്ന് പറഞ്ഞാൽ 115, 115 ഇൻറ്റു 115 ഡിവൈഡഡ് ബൈ ആർ എത്രയാണ്? 529. ഇതിനെ നമ്മൾ കൃത്യമായിട്ട് തെറ്റിപ്പോവാതെ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയാണെന്നറിയോ? 25. ഓക്കെ, 25 പവറാണ് കണ്ടുപിടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് യൂണിറ്റ് വാട്ട്. മനസ്സിലായോ? ഇങ്ങനെ നമുക്ക് പവറും വോൾട്ടേജും തന്നിട്ട് എന്ത് ചെയ്യുന്നു? നമ്മളെടുത്ത് പുതിയൊരു വോൾട്ടേജിൽ ഇത് വർക്ക് ചെയ്യുമ്പോൾ ഉള്ള പവർ കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യുക? ഡിവൈസിൻ്റെ റെസിസ്റ്റൻസ് ഒന്ന് കണ്ടുപിടിച്ച് വെക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക? ഇതുപോലെ വി സ്ക്വയർ ബൈ ആർ വെച്ചിട്ട് പവർ കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനും ഇതേപോലൊരു ചോദ്യമാണ്. 400 വോൾട്ട് 800 വാട്ട് ഉപകരണത്തിന് 200 വോൾട്ടിലെ പവർ കണക്കാക്കുക. അതാണ് ചോദ്യം. ഓക്കെ, അപ്പം നമുക്ക് എന്തൊക്കെ തന്നിരിക്കുന്നത്? വി ഈസ് ഈക്വൽ ടു 400 വോൾട്ട്. ഓക്കെ, പിന്നെയോ 400 വോൾട്ട് 800 വാട്ട്. വാട്ട് എന്ന് പറഞ്ഞാൽ അതെന്തായിരിക്കും? പവർ. പി ഈസ് ഈക്വൽ ടു 800 വാട്ട്. ഇത് തന്നിരിക്കുന്നതാണ്. എന്നിട്ട് എന്താണ് ചോദിക്കുന്നത്? ഈ ഉപകരണത്തിന് 200 വോൾട്ടിലുള്ള വി ഈസ് ഈക്വൽ ടു 200 വോൾട്ട് ആണെങ്കിൽ പവർ എത്ര? അതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞു എന്താണ്? നമുക്കറിയാം ഒരു ഇക്വേഷൻ പി ഈസ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആർ ആണ്. പി ഈസ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആർ ആണ്. അതുകൊണ്ട് നമുക്കിതിൽ നിന്ന് ആർ കണ്ടുപിടിക്കാം. എന്ത് ചെയ്യണം? ആറിനെ ഇപ്പുറത്തോട്ട് കൊണ്ടുപോകാം. ആർ. ഓക്കെ, ആർ ഇൻറ്റു പി ഇങ്ങനെ വേണമെങ്കിൽ എഴുതാം. മനസ്സിലാവാത്തവർക്ക് വേണമെങ്കിൽ ആറിനെ നമ്മൾ ഇപ്പുറത്തോട്ട് കൊണ്ടുപോയി ആർ ഇൻറ്റു പി ഈസ് ഈക്വൽ ടു വി സ്ക്വയർ എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് എന്താണോ കണ്ടുപിടിക്കേണ്ടത് അത് ഒറ്റയ്ക്ക് ഒരു ടേമായിട്ട് കിട്ടണം. അപ്പോൾ ആർ ഈസ് ഈക്വൽ ടു എന്താണ്? ഈ ഇൻറ്റു പിയെ ഇപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ എന്താവും? വി സ്ക്വയർ ബൈ പി എന്നാവില്ലേ? യെസ്. അപ്പോൾ ആർ ഈസ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ പി. ഈ ഒരു സ്റ്റെപ്പ് ഞാൻ മനസ്സിലാവാത്തവർക്ക് വേണ്ടിയിട്ട് എഴുതിയതാണ് കേട്ടോ. ആർ ഈസ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ പി എന്ന് എഴുതാം. വി സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഈ വോൾട്ടേജും പവറും വെച്ചിട്ടാണ് നമ്മൾ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ വി സ്ക്വയർ 400 ഇൻറ്റു 400 ഡിവൈഡഡ് ബൈ പി എന്ന് പറഞ്ഞാൽ 800. ഓക്കെ, 0 0 ക്യാൻസൽ ചെയ്തു. പിന്നെയോ 4 8ൽ 2 ടൈംസ് 400ൽ 2 എത്ര ടൈംസ്? 200. ഓക്കെ, അപ്പോൾ നമുക്ക് എത്ര ആൻസർ കിട്ടിയിരിക്കുന്നത്? യെസ്, 200 ഓം എന്നാണ് നമ്മുടെ റെസിസ്റ്റൻസ് കിട്ടിയിരിക്കുന്നത്. 200 ഓം. ഓക്കെ, ഇനി നമുക്ക്
ഇത് വെച്ചിട്ട്, അതായത് ഇക്വേഷൻ മുഴുവൻ കാണുന്ന രീതിയിൽ ഞാനിവിടെ സ്ക്വയറോടെ വെച്ചേക്കാം. ഓക്കെ, അപ്പോൾ ഈ 200 ഓം എന്നുള്ള റെസിസ്റ്റൻസ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? പുതിയ പവർ കണ്ടെത്തണം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഭാഗത്തുള്ള ഈ സംഭവമൊക്കെ ഒന്ന് മായ്ക്കുകയാണ് ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ പുതിയ പവർ കണ്ടുപിടിക്കാൻ വോൾട്ടേജ് എത്രയായിരുന്നു? V = 200 വോൾട്ടിലുള്ള പവറാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് റെസിസ്റ്റൻസും കിട്ടി. എത്രയാണ്? R = 200 ഓം ആണെന്ന് നമ്മളിപ്പോൾ ചെയ്ത് കണ്ടുപിടിച്ചു. അപ്പോൾ പവർ P = V²/R. ദാറ്റ് ഈസ് ഈക്വൽ ടു 200 × 200 ഡിവൈഡഡ് ബൈ 200. ഓക്കെ, 200ഉം 200ഉം ക്യാൻസൽ ചെയ്തു. അപ്പോൾ എത്രയാണ് നമുക്ക് ആൻസർ എടുത്തത്? 200. ഓക്കെ, അപ്പോൾ പവർ 200 വാട്ട് എന്ന് നമുക്ക് കിട്ടി. അതായത് ഈ ഡിവൈസിന് 200 വോൾട്ടിലാണ് വർക്ക് ചെയ്യിക്കുന്നത് എങ്കിൽ അവിടെയുള്ള പവർ 200 വാട്ടാണെന്ന് നമുക്ക് കിട്ടി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഒരു വൈദ്യുത താപന ഉപകരണത്തിൽ 250 വോൾട്ട് 1500 വാട്ട്, 250 വോൾട്ട് 1500 വാട്ട് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഈ ഉപകരണം പ്രവർത്തിക്കുമ്പോൾ അവിടെയുള്ള കറണ്ടിൻ്റെ അളവെത്ര? ഇതാണ് ചോദ്യം. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റാസ് ഇവിടെ എടുത്തെഴുതാം. V = 250 വോൾട്ട്, പിന്നെ P = 1500 വാട്ട്. ഇനി എന്താണ് വേണ്ടത്? ഈ ഉപകരണം പ്രവർത്തിക്കുമ്പോൾ അവിടെയുള്ള കറണ്ടിൻ്റെ അളവെത്ര? I = കണ്ടുപിടിക്കണം. അപ്പോൾ ഇത് മൂന്നും കാണുമ്പോൾ നമുക്കൊരു ഇക്വേഷൻ മനസ്സിൽ ഓർമ്മ വരണം. ഏതാണ്? P = V × I എന്നുള്ള ഇക്വേഷൻ നമുക്ക് ഓർമ്മ വരണം. അതിൽ I എന്താണെന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ I എന്താണെന്ന് കണ്ടുപിടിക്കാൻ ഒരു ചെറിയൊരു സൂത്രപ്പണി പറഞ്ഞുതരാം. നമ്മളൊരു ട്രയാങ്കിൾ വരച്ചിട്ട് അതിൽ മുകളിൽ P എന്നെഴുതുന്നു, താഴെ ഒരു ലൈൻ ഇട്ടിട്ട് V എന്നും I എന്നും എഴുതുന്നു. എന്നിട്ട് എന്താണോ കണ്ടുപിടിക്കേണ്ടത് അതൊന്ന് കവർ ചെയ്ത് പിടിക്കാം. ഓക്കെ, I ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ എന്താണ്? P/V ആണ് ഇക്വേഷൻ. ഇനി V ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിലോ P/I ആണ് ഇക്വേഷൻ. ഇനി P ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിലോ V × I ആണ് ഇക്വേഷൻ. ഓക്കെ, ഇനി നമുക്ക് എന്താ ഇവിടെ കണ്ടുപിടിക്കേണ്ടത്? I ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ I = P/V ആണ്. അപ്പോൾ നമുക്കിവിടെ എടുത്തെഴുതാം I = P/V. ഇനി P എന്താണ്? പവർ 1500 ഡിവൈഡഡ് ബൈ V 250 ആണ് അല്ലേ? 250. അപ്പോൾ എങ്ങനെയായിരിക്കും? ഇവിടെ 0 0 ക്യാൻസലായി. 150ൽ 25 എത്ര ടൈംസ് ഉണ്ടാവും? യെസ്, 6 പ്രാവശ്യം. അപ്പോൾ 6 എന്നാണ് നമുക്കിവിടെ ആൻസർ കിട്ടുന്നത്. കറണ്ടാണ് കണ്ടുപിടിച്ചത്, അതുകൊണ്ട് നമുക്കവിടെ കറണ്ടിൻ്റെ യൂണിറ്റ് ആംപിയർ, 6 ആംപിയർ. മനസ്സിലാവുന്നുണ്ടോ? ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. ഒക്കെ നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഒരു നോട്ട്ബുക്കിലോ അല്ലെങ്കിൽ ഒരു പേപ്പറിലോ എഴുതി വെച്ചിട്ട് സ്വന്തമായിട്ട് ഇതുപോലെ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നും കൂടെ ഒന്ന് ശ്രമിച്ചു നോക്കാം. അപ്പോൾ നമുക്ക് ഈ ഭാഗത്തുള്ള ഏത് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാലും നമുക്ക് എന്ത് ചെയ്യാം? ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. 1000 ഓം പ്രതിരോധമുള്ള ഒരു ചാലകത്തെ സംബന്ധിച്ച് താഴെ കൊടുത്തിരിക്കുന്ന വരയിട്ട ഭാഗം പൂരിപ്പിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന കാര്യങ്ങളൊന്ന് എടുത്തെഴുതി നോക്കാം. P = എന്താണ്? 40 വാട്ട് എന്ന് തന്നിട്ടുണ്ട് അല്ലേ? 40 വാട്ട്. കറണ്ട് I = ക്വസ്റ്റ്യൻ മാർക്ക് തന്നിട്ടില്ല. ദെൻ വോൾട്ടേജ് V = 200 വോൾട്ട്. ഇത്രയും കാര്യം തന്നിട്ടുണ്ട് അല്ലേ ഫസ്റ്റിലത്തെ കാര്യത്തിൽ. അപ്പോൾ എന്താണ്? I ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ട്രിക്കൊന്ന് ഉപയോഗിക്കുക. ഒരു ട്രയാങ്കിൾ വരക്കുക, അതിൻ്റെ മുകളിൽ P എന്നും താഴെ V എന്നും I എന്നും രേഖപ്പെടുത്തുക. ഓക്കെ, അപ്പോൾ ദെൻ നമുക്ക് ഇത് നോക്കിയിട്ട് കണ്ടുപിടിക്കാം. I = എന്താണ്? P/V ആണ് അല്ലേ? I = P/V എന്ന് നമുക്ക് ഇവിടെ നിന്ന് കിട്ടി. P പവർ എത്രയാണ്? 40 ഡിവൈഡഡ് ബൈ V എത്രയാണ്? 200 ആണ്. 200. ഓക്കെ, അപ്പോൾ 0 0 ക്യാൻസൽ ചെയ്തു. 4 20ൽ 5 ടൈംസ് ആണ്. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടിയിരിക്കുന്നത് 1/5
5 ആംപിയർ. ഒന്നുകിൽ 1/5 എന്ന് എഴുതി വെക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇതിനെ 1നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ആൻസർ എഴുതാം. ഇങ്ങനെ എഴുതി വെച്ചാലും മതി, 1/5 ആംപിയർ. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. പവർ തന്നിട്ടില്ല അല്ലേ, പവർ ക്വസ്റ്റ്യൻ മാർക്കാണ്. ദെൻ കറണ്ട് I ഈസ് ഈക്വൽ ടു 1 ആംപിയർ ആണ്. ദെൻ വോൾട്ടത എത്രയാണ്, തന്നിട്ടില്ല. ഓക്കെ, അപ്പം ഈ കറണ്ട് എന്നുള്ള ടേം മാത്രമേ തന്നിട്ടുള്ളൂ. പക്ഷേ നമുക്ക് ഈ ചോദ്യത്തിൻ്റെ തുടക്കം വേറൊരു കാര്യം തന്നിട്ടുണ്ട്. 1000 ഓം പ്രതിരോധമുള്ള ഒരു ചാലകത്തെ സംബന്ധിച്ച കാര്യമാണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ റെസിസ്റ്റൻസ് R ഈസ് ഈക്വൽ ടു 1000 ഓം എന്നുള്ള കാര്യം നമുക്ക് അണ്ടർസ്റ്റുഡ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്കിതിൽ നിന്ന് പവർ കണ്ടെത്തിക്കൂടെ? എങ്ങനെയാണ് പവർ കണ്ടെത്തുക? പവർ I തന്നിട്ടുണ്ട്, R ഉണ്ട്. അപ്പോൾ അതിനെ റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷനാണ് P ഈസ് ഈക്വൽ ടു I² R എന്നുള്ള ഇക്വേഷൻ നമുക്കറിയാം അല്ലേ. I², 1ൻ്റെ സ്ക്വയർ ഇൻറ്റു R എത്രയാണ്, 1000. 1ൻ്റെ സ്ക്വയർ 1 ആണ്, 1 ഇൻറ്റു 1000 എത്രയാണ്, യെസ് 1000 വാട്ട്. ഓക്കെ, അപ്പോൾ പവർ കണ്ടെത്തി കഴിഞ്ഞു. ഇനി എന്താ ചോദിച്ചിരിക്കുന്നത്? വോൾട്ടതയും കണ്ടെത്തണം അല്ലേ. വോൾട്ടത അവിടെ ഡാഷ് ഒന്നും ഇട്ടിട്ടില്ല, പക്ഷെ നമുക്ക് വോൾട്ടതയും ഒന്ന് കണ്ടെത്തി നോക്കാം. ഓക്കെ, വോൾട്ടത നമുക്ക് ഇവിടെ ആയിട്ട് കണ്ടെത്താം. അപ്പോൾ P ഉണ്ട്, R ഉണ്ട്, I ഉണ്ട്, V കണ്ടുപിടിക്കണം. V കണ്ടുപിടിക്കാൻ നമുക്ക് പറ്റുന്ന ഇക്വേഷൻ ഏതാ? ഓം നിയമം ഉപയോഗിച്ച് I ഇൻറ്റു R എന്ന് ഉപയോഗിച്ചിട്ട് വേഗം കണ്ടെത്താം അല്ലേ. I ഇൻറ്റു R, അപ്പോൾ 1 ഇൻറ്റു 1000 ദാറ്റ് ഈസ് ഈക്വൽ ടു 1000 വോൾട്ട്. ഇനി അഥവാ പിയുടെ ഇക്വേഷൻ ഉപയോഗിച്ചിട്ടാണ് കണ്ടെത്തുന്നതായിരിക്കുക, ഓർ അല്ലെങ്കിൽ നമുക്ക് വേറെ ഒരു മെത്തേഡും കൂടെ ഉപയോഗിക്കാം. P ഈസ് ഈക്വൽ ടു, നമുക്ക് എന്തായിരുന്നു കണ്ടുപിടിക്കേണ്ടത്? V ആണ് അല്ലേ. P ഈസ് ഈക്വൽ ടു V²/R എന്നുള്ളൊരു ഇക്വേഷൻ നമുക്കറിയാലോ. യെസ്, P നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു, എത്രയാണ്? 1000 ആണ്. 1000 ഈക്വൽ ടു V²/R എത്രയാണ്? 1000. മനസ്സിലാവുന്നുണ്ടോ? യെസ്. അപ്പോൾ V² ഈസ് ഈക്വൽ ടു എന്താ വരിക? V² ഈസ് ഈക്വൽ ടു 1000 ഇൻറ്റു 1000 എന്ന് വരും അല്ലേ. 1000 ഇൻറ്റു 1000 എന്ന് പറയുമ്പം 6 zeros. 1 1 2 3 4 5 6 V². അപ്പോൾ V ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിൻ്റെ റൂട്ട് ഓഫ് കണ്ടുപിടിക്കണം അല്ലേ. 1 2 3 4 5 6 ഇതിൻ്റെ റൂട്ട് കണ്ടുപിടിച്ചാൽ പോരെ? യെസ്, അതിൻ്റെ റൂട്ട് കണ്ടുപിടിച്ചാൽ എത്രയാണ് നമുക്ക് ആൻസർ കിട്ടുക? യെസ്, 1000 എന്നാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും കണ്ടുപിടിക്കാം, ഒരേ ആൻസറാണ് കിട്ടുന്നതെന്ന് മനസ്സിലായല്ലോ. ഒന്നുകിൽ V ഈസ് ഈക്വൽ ടു I ഇൻറ്റു R എന്ന് വെച്ചിട്ട് വേഗം കണ്ടുപിടിക്കാം 1 ഇൻറ്റു 1000 എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ P ഈസ് ഈക്വൽ ടു V²/R എന്നുള്ള ഇക്വേഷൻ വെച്ചാലും നമുക്ക് ഇതുപോലെ കണ്ടെത്താൻ കഴിയും. ഓക്കെ, ഇതിൻ്റെ അടുത്ത ചോദ്യം നമുക്കറിയാം. R ഈസ് ഈക്വൽ ടു 1000 ഓം എന്ന് തന്നിട്ടുണ്ട്. പിന്നെ എവിടെയാണ് അണ്ടർലൈൻ ചെയ്ത്, അതായത് കണ്ടുപിടിക്കേണ്ട ഡാഷ് ഇട്ടിരിക്കുന്നത് പവറാണ്. P ക്വസ്റ്റ്യൻ മാർക്കാണ്. വോൾട്ടേജ് V ഈസ് ഈക്വൽ ടു 100 വോൾട്ട് എന്ന് തന്നിട്ടുണ്ട്. എന്താണ് കണ്ടുപിടിക്കേണ്ടത്? P ആണ്. ഇത് മൂന്നും റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ ഏതാണ്? P ഈസ് ഈക്വൽ ടു V²/R. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഇക്വേഷൻ ഫെമിലിയർ ആയിട്ട് വരും. P ഈസ് ഈക്വൽ ടു V²/R. V² എന്ന് പറഞ്ഞാൽ 100 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 1000. വാല്യൂസ് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു എന്ന് മാത്രം. 3 zeros നമുക്ക് ക്യാൻസൽ ചെയ്യണം അല്ലേ. 3 zeros, ഇവിടെ 2 0 പോയി, ഇവിടെ ഒരു 0 പോയി. അപ്പോൾ എത്രയാണ് ആൻസർ? 10 വാട്ട് എന്ന് കിട്ടും. ഓക്കെ, ഇനി നമുക്കവിടെ കറണ്ടിൻ്റെ ഭാഗത്ത് ഡാഷ് കൊടുത്തിട്ടില്ല. കറണ്ട് കണ്ടുപിടിക്കണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം? I ഈസ് ഈക്വൽ ടു P/V എന്നുള്ള ഇക്വേഷൻ വെച്ചിട്ടും കണ്ടുപിടിക്കാം. ഓക്കെ, അടുത്ത ചോദ്യം. 1 കിലോവാട്ട് പവറുള്ള ഒരു ഹീറ്റർ 200 വോൾട്ടിൽ പ്രവർത്തിക്കുന്നു. പൊട്ടൻഷ്യൽ വ്യത്യാസം 100 വോൾട്ടായി കുറഞ്ഞാൽ ഹീറ്ററിൻ്റെ പവറിൽ വരുന്ന മാറ്റം കണ്ടെത്തുക. ഓക്കെ, അപ്പോൾ 1 കിലോവാട്ട് പവറുള്ള P ഈസ് ഈക്വൽ ടു
1 കിലോ വാട്ട് എന്നാണ് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ പി പവർ എത്രയാണ്? 1000 വാട്ട്. ഓക്കെ, അടുത്തത് 200 വോൾട്ടിൽ പ്രവർത്തിക്കുന്നു. വി ഈസ് ഈക്വൽ ടു 200 വോൾട്ട്. പിന്നെ എന്താണ്? പൊട്ടൻഷ്യൽ വ്യത്യാസം 100 വോൾട്ടായി കുറഞ്ഞാൽ, അപ്പോൾ വോൾട്ടേജ് നമ്മൾ മാറ്റുന്നു. വി ഈസ് ഈക്വൽ ടു 100 വോൾട്ട് ആക്കും. അപ്പോഴോ കുറഞ്ഞാൽ ഹീറ്ററിൻ്റെ പവറിൽ വരുന്ന മാറ്റം പി ഈസ് ഈക്വൽ ടു കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇത് ഉപയോഗിച്ചുകൊണ്ട് റെസിസ്റ്റൻസ് കണ്ടെത്താം. എന്നിട്ട് നമുക്ക് ഈ പവർ കണ്ടെത്താം. ഓക്കെ, അപ്പോൾ ഇത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് റെസിസ്റ്റൻസ് കണ്ടെത്താൻ എന്താ ചെയ്യേണ്ടത്? പി ഈസ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആർ. ഓക്കെ, അപ്പോൾ വി സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 200 ഇൻറ്റു 200 ഡിവൈഡഡ് ബൈ ആർ എത്രയാണ്? പി നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, 1000 ഡിവൈഡഡ് ബൈ ആർ. ഓക്കെ, ആർ ഈസ് ഈക്വൽ ടു 200 ഇൻറ്റു 200 ഡിവൈഡഡ് ബൈ പി എത്രയാണ്? 1000. ഓക്കെ, അപ്പം നമുക്ക് സീറോസ് ക്യാൻസൽ ചെയ്തു. ഇവിടെ 0 0 ക്യാൻസൽ ചെയ്തു. 20 ഇൻറ്റു 2 എത്രയാണ്? 40. അപ്പോൾ 40 ഓം ആണ് ആൻസർ. മനസ്സിലായോ? അപ്പോൾ റെസിസ്റ്റൻസ് നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു. ഇനി ആ റെസിസ്റ്റൻസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? പവർ കണ്ടെത്താം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഭാഗം ഒന്ന് സൗകര്യത്തിന് വേണ്ടി റബ്ബ് ചെയ്യാം. ആ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? പി ഈസ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആർ. ഓക്കെ, അപ്പോൾ വി സ്ക്വയർ എത്രയാണ്? എത്ര പൊട്ടൻഷ്യൽ വ്യത്യാസം 100 വോൾട്ടായി കുറഞ്ഞാൽ എന്ന് പറയുന്നത്. അപ്പോൾ വി ഈസ് ഈക്വൽ ടു 100 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ ആർ എത്രയാണ്? 40. 0 0 ക്യാൻസൽ ചെയ്തു. ഓക്കെ, 100 4 എത്ര ടൈംസ് പോവും? യെസ്, നമുക്കറിയാം. 100 ഡിവൈഡഡ് ബൈ 4 എത്രയാണെന്ന് നോക്കാം. 100 ഡിവൈഡഡ് ബൈ 4 2. ഓക്കെ, 8. അറിയാത്തവർക്കും കൂടെ അറിയുന്ന രീതിയിലാണ് കേട്ടോ ചെയ്യുന്നത്. 100 ഡിവൈഡ് ബൈ 4 ആണ് 25 ആണെന്ന് എല്ലാവർക്കും അറിയാം. ഇനി അറിയാത്ത കുട്ടികളുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് കാണിച്ചു എന്ന് മാത്രം. ഓക്കെ, 25 ഇൻറ്റു 10 എത്രയാണ്? 250 വാട്ട്. ഓക്കെ, 250 വാട്ട്. അപ്പോൾ പുതിയ വോൾട്ടേജ്, അതായത് വോൾട്ടേജ് 100 വോൾട്ടാക്കി മാറ്റിയപ്പോൾ ഉള്ള പവറാണ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചിരിക്കുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. 200 വോൾട്ട് പൊട്ടൻഷ്യൽ വ്യത്യാസത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ഇസ്തിരിപ്പെട്ടിയുടെ ഹീറ്റിംഗ് കോയിലിൻ്റെ പ്രതിരോധം 100 ഓം ആണ്. ഇസ്തിരിപ്പെട്ടി പ്രവർത്തിപ്പിക്കുമ്പോൾ കോയിലിൽ കൂടി പ്രവഹിക്കുന്ന കറണ്ട് എത്ര? ഇതാണ് ചോദ്യം. അപ്പോൾ 200 വോൾട്ട് പൊട്ടൻഷ്യൽ വ്യത്യാസത്തിൽ വി ഈസ് ഈക്വൽ ടു 200 വോൾട്ട് ആണല്ലോ. യെസ്. ഇനി ഒരു ഇസ്തിരിപ്പെട്ടിയുടെ ഹീറ്റിംഗ് കോയിലിൻ്റെ പ്രതിരോധം ആർ ഈസ് ഈക്വൽ ടു 100 ഓം ആണ് അല്ലേ. ഇനി അടുത്ത എന്താണ്? ഇസ്തിരിപ്പെട്ടി പ്രവർത്തിപ്പിക്കുമ്പോൾ കോയിലിൽ കൂടി ഒഴുകുന്ന കറണ്ട് കണ്ടുപിടിക്കണം. ഓക്കെ, ഇത് നമ്മൾ ഓം നിയമം, ഓംസ് ലോ പഠിച്ചത് ഓർക്കുന്നുണ്ടാവും. ഓംസ് ലോ പഠിച്ചത് ഇല്ലെങ്കിൽ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഒരു ട്രയാങ്കിൾ വരക്കാം. വി വോൾട്ടേജ്, കറണ്ട്, റെസിസ്റ്റൻസ്, ഇത് മൂന്നും പരസ്പരം ബന്ധപ്പെടുത്തിയിട്ടുള്ള ഇക്വേഷനാണ് ഓംസ് ലോ എന്ന് പറയുന്നത്. അതിൽ വി ഈസ് ഈക്വൽ ടു ഐ ഇൻറ്റു ആർ ആണ്, ഐ ഈസ് ഈക്വൽ ടു വി ബൈ ആർ ആണ്, ദെൻ ആർ ഈസ് ഈക്വൽ ടു വി ബൈ ഐ ആണ്. ഓക്കെ, അപ്പം നമുക്കിവിടെ ഐ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഐ ഈസ് ഈക്വൽ ടു എന്താണ്? ഐ ഈസ് ഈക്വൽ ടു വി ബൈ ആർ. ഓക്കെ, വി എത്രയാണ്? 200 ആണ്. ഡിവൈഡഡ് ബൈ ആർ എന്ന് പറഞ്ഞാൽ 100 ആണ്. 200 ഡിവൈഡഡ് ബൈ 100 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 0 0 ക്യാൻസൽ ചെയ്ത് 2.2/1 എന്ന് പറഞ്ഞാൽ 2 ആണ്. 2 ആംപിയർ. ഓക്കെ, 2 ആംപിയർ ആണ് ആൻസർ. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇതൊക്കെ ഒന്നും കൂടെ ഞാൻ നേരത്തെ പറഞ്ഞതാണ്. ഒന്നും കൂടെ ഒന്ന് ഒരു പേപ്പറിലോ അല്ലെങ്കിൽ നോട്ട്ബുക്കിലോ വീണ്ടും വീണ്ടും ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്കിത് മനസ്സിലാക്കാൻ പറ്റും. അടുത്ത ചോദ്യം.
4 കിലോ വാട്ട് പവറുള്ള ഒരു ഹീറ്റർ 200 വോൾട്ട് സപ്ലൈയിൽ പ്രവർത്തിക്കുന്നു എങ്കിൽ ഹീറ്ററിലൂടെ പ്രവഹിക്കുന്ന കറണ്ട് എത്ര, ഹീറ്ററിൻ്റെ പ്രതിരോധം എത്ര? ഇതാണ് ചോദ്യം. 4 കിലോ വാട്ട് പവർ ഉള്ള, അപ്പോൾ പി ഈസ് ഈക്വൽ ടു 4 കിലോ വാട്ട്. അപ്പോൾ 4 കിലോ വാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 4000 വാട്ട് എന്ന് നമുക്ക് ഇവിടെ എടുത്തെഴുതാം. എന്നിട്ടോ 200 വോൾട്ട് സപ്ലൈയിൽ വി ഈസ് ഈക്വൽ ടു 200 വോൾട്ടാണ്. ഓക്കെ, ഹീറ്ററിലൂടെ പ്രവഹിക്കുന്ന കറണ്ട് എത്ര, ഐ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു മെത്തേഡ് നമുക്കിവിടെ ഉപയോഗിക്കാം. അപ്പോൾ ഇതുപോലെ പി വി ഐ, പി ഈസ് ഈക്വൽ ടു വി ഇൻറ്റു ഐ, അങ്ങനെയുള്ള ഇക്വേഷൻസിലൊക്കെ നമുക്ക് ഈ ഒരു ട്രിക്ക് ഉപയോഗിക്കാം അല്ലേ. ഐ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഐ ഈസ് ഈക്വൽ ടു പി ബൈ വി ആണ്. ഐ ഈസ് ഈക്വൽ ടു പി ബൈ വി. പി എത്രയാണ്? പവർ 4000 ഡിവൈഡഡ് ബൈ വോൾട്ടേജ് 200 ആണ്. അപ്പോൾ 0 ക്യാൻസൽ ചെയ്ത് 40 ഡിവൈഡഡ് ബൈ 2 എത്രയാണ്? 20 ആംപിയർ. ഓക്കെ, അപ്പോൾ നമ്മൾ ഹീറ്ററിലൂടെ പ്രവഹിക്കുന്ന കറണ്ട് കണ്ടുപിടിച്ചു. ഇനി കണ്ടുപിടിക്കേണ്ടത് ഹീറ്ററിൻ്റെ പ്രതിരോധം എത്ര. അപ്പോൾ കണ്ടുപിടിച്ച കറണ്ട് ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. ഐ ഈസ് ഈക്വൽ ടു 20 ആംപിയർ. ഇനി ഹീറ്ററിൻ്റെ പ്രതിരോധം ആർ ആണ് കണ്ടുപിടിക്കേണ്ടത്. ആർ ക്വസ്റ്റ്യൻ മാർക്ക്. അപ്പോൾ നമുക്ക് വോൾട്ടേജ്, കറണ്ട്, റെസിസ്റ്റൻസ് കണ്ടുപിടിച്ചിട്ടുള്ള ഇക്വേഷൻ, പരസ്പരം ബന്ധപ്പെടുത്തിയിട്ടുള്ള ഇക്വേഷൻ ഞാൻ നേരത്തെ പറഞ്ഞു അല്ലേ. വി ഈസ് ഈക്വൽ ടു ഐ ഇൻറ്റു ആർ എന്നാണ് ഓംസ് ലോയുടെ ഇക്വേഷൻ. നമുക്ക് ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ പെട്ടെന്ന് കണ്ടുപിടിക്കാം. ആർ ഈസ് ഈക്വൽ ടു വി ബൈ ഐ ആണ്. ഓക്കെ, അപ്പോൾ ആർ ഈസ് ഈക്വൽ ടു വി ബൈ ഐ എന്ന് നമുക്കിവിടെ എടുത്തെഴുതാം. വി എത്രയാണ്? 200 ആണ്. ഡിവൈഡഡ് ബൈ ഐ എത്രയാണ്? 20 ആണ്. 0 ക്യാൻസൽ ചെയ്ത് 20 ഡിവൈഡഡ് ബൈ 2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? യെസ്, 10 ഓം എന്ന് നമുക്ക് ഇതിൻ്റെ ഉത്തരം കിട്ടും. അപ്പോൾ ഹീറ്ററിലൂടെ ഒഴുകുന്ന കറണ്ടും നമ്മൾ കണ്ടുപിടിച്ചു, അതുപോലെ റെസിസ്റ്റൻസും കണ്ടുപിടിച്ചു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. 240 വോൾട്ട് 40 വാട്ട് എന്ന് രേഖപ്പെടുത്തിയ ബൾബിലെ ഫിലമെൻറ്റിൻ്റെ പ്രതിരോധം എത്രയായിരിക്കും? അപ്പോൾ വോൾട്ടേജ് നമുക്ക് തന്നിട്ടുണ്ട്. വി ഈസ് ഈക്വൽ ടു 240 വോൾട്ട്. ഓക്കെ, പിന്നെയോ പവർ പി ഈസ് ഈക്വൽ ടു 40 വാട്ട്. ഫിലമെൻറ്റിൻ്റെ പ്രതിരോധം ആർ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പം നമുക്കറിയുന്ന ഇക്വേഷൻ ഏതാണ്? പി ഈസ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആർ ആണ്. അപ്പോൾ വി സ്ക്വയർ, വി എന്ന് പറഞ്ഞാൽ 240 ആണ്. 240 ഇൻറ്റു 240 ഡിവൈഡഡ് ബൈ ആർ എത്ര? ആർ നമ്മൾ കണ്ടുപിടിക്കണം, ആർ. ഓക്കെ, പി നമുക്കറിയാം 40. അപ്പോൾ ആർ ഈസ് ഈക്വൽ ടു, വാല്യൂസ് ഒക്കെ നമുക്കൊരു ഭാഗത്തേക്ക് കൊണ്ടുവരാം. അപ്പോൾ ആർ ഈസ് ഈക്വൽ ടു, ആറിന് ഇപ്പുറത്തോട്ട് കൊണ്ടുപോകുമ്പോൾ ആറിന് ഇവിടെ കൊണ്ടുപോകുമ്പോൾ 40 ഇങ്ങോട്ടേക്ക് വരും അല്ലേ. അപ്പോൾ നമുക്ക് ആർ ഈസ് ഈക്വൽ ടു 240 ഇൻറ്റു 240 ഡിവൈഡഡ് ബൈ എത്രയാണ്? 40. 0 ക്യാൻസലായി. 4 24 എത്ര ടൈംസ് പോകും? 6 ടൈംസ്. അപ്പോൾ 240 ഇൻറ്റു 6 എന്ന് പറഞ്ഞാൽ 240നെ 60 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടുന്നത്, 240നെ 6 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടുന്നത് 1440 ഓം. ഓക്കെ, 1440 ഓം. ഇങ്ങനെയാണ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നത്. അടുത്ത ചോദ്യം. 20 ഓം പ്രതിരോധമുള്ള ഒരു ചാലക കമ്പി 12 വോൾട്ട് ബാറ്ററിയുമായി 5 മിനിറ്റ് നേരം ബന്ധിപ്പിക്കുന്നു. ചാലകത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന താപത്തിൻ്റെ അളവ് കണക്കാക്കുക. അപ്പോൾ ആർ ഈസ് ഈക്വൽ ടു 20 ഓം എന്ന് തന്നിട്ടുണ്ട്. പിന്നെ 12 വോൾട്ട് ബാറ്ററിയുമായി വി ഈസ് ഈക്വൽ ടു 12 വോൾട്ട് 5 മിനിറ്റ് നേരം, ടി ഈസ് ഈക്വൽ ടു 5 മിനിറ്റ്. ഇതൊക്കെ SI യൂണിറ്റിലാണുള്ളത്, അതുകൊണ്ട് നമുക്ക് ഇതിനെയും SI യൂണിറ്റിലേക്ക് മാറ്റാം. എങ്ങനെയാണ്? സെക്കൻഡിലേക്ക് ആക്കണം അല്ലേ. മിനിറ്റിനെ സെക്കൻഡിലേക്ക് ആക്കുമ്പോൾ 60 കൊണ്ട് ഗുണിക്കുക. 5നെ 60 കൊണ്ട് ഗുണിച്ചാൽ 300 സെക്കൻഡ്. ഓക്കെ, ഇനി
ചാലകത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന താപത്തിൻ്റെ അളവ് കണക്കാക്കുക. അപ്പോൾ എച്ച് ആണ് കണ്ടുപിടിക്കുന്നത്. ജൂൾസ് ലോ പ്രകാരം എച്ച് ഈസ് ഈക്വൽ ടു, നമ്മൾ കുറേ ഇക്വേഷൻസ് പഠിച്ചിട്ടുണ്ട്. അതിലേത് ഇക്വേഷനാണ് ഇവിടെ ഉപയോഗിക്കേണ്ടത്? ആർ വി ടി, ഇവ തമ്മിൽ ബന്ധപ്പെടുത്തിയിട്ടുള്ള ഇക്വേഷൻ എച്ച് ഈസ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആർ ഇൻറ്റു ടി. ഓക്കെ, വി സ്ക്വയർ എന്ന് പറഞ്ഞാൽ 12 ഇൻറ്റു 12 ഡിവൈഡഡ് ബൈ ആർ 20 ഇൻറ്റു ടി. എത്രയാണ്? 300. ഓക്കെ, 0 0 ക്യാൻസലായി. 2 30ൽ 15 ടൈംസ് 12 ഇൻറ്റു 12 144 ആണ്. 144നെ 15 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 2160 ജൂൾ. ഇങ്ങനെയാണ് ഇതിൻ്റെ ആൻസർ കിട്ടുക. ഓക്കെ, ഇതൊക്കെ മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഒന്നുകൂടെ ബാക്കൗട്ടാക്കി നോക്കുക, ഒന്നുകൂടെ ചെയ്ത വഴിയൊന്ന് ശ്രദ്ധിച്ചു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാവും.